ഒരു കിച്ചൺ ഗാർഡൻ വേണമെന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അതിലിങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ കൂടി മിക്സ് ചെയ്യുന്നത്. ഞാൻ മിക്സ് ചെയ്ത് ഒരു 10 ചെടിച്ചട്ടിയിലായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് എല്ലാതും. സോ അതിൽ ഓരോന്നിലും ഓരോന്നിലും ഞാൻ ചെടി പാകുകയാണ്. അപ്പൊ എനിക്ക് അച്ഛൻ അടുത്ത് നിന്ന് പറഞ്ഞു തരുന്നുണ്ട്, മോളെ അങ്ങനെ പാകണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സൈഡിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത് തക്കാളി തൈയാണ് ഞാൻ പാകി വെച്ചിരിക്കുന്നത്. തക്കാളി തൈ വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരുപാട് ചെറുതല്ലായിരുന്നു, അത്യാവശ്യം ഒരു ഒരു വലിയൊരു ചെടിയായിരുന്നു തക്കാളി. ഇപ്പൊ ഞാൻ ഈ പാകുന്നത് ചീനിയാണ്. ചീനി എന്ന് വെച്ചാൽ നമ്മുടെ മുളക് തൈ വളരെ ചെറുതായിരുന്നു. അത് മുളകും വെണ്ടയായിരുന്നു ഉള്ളതിലെ ഭയങ്കര ചെറുതായിട്ടുള്ളത്. സോ ഞാൻ എല്ലാ 10 ചട്ടിയിലും പാകിയിട്ട് ഇതെടുത്തു കൊണ്ടുവന്ന് ബാൽക്കണി വെച്ചു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പോലെ കാറ്റുണ്ട്, കാറ്റും വെളിച്ചം നല്ലപോലെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഉണ്ടായി മുളകും വെണ്ടയും തക്കാളിയും ഒക്കെ തരുന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് എല്ലാത്തിനും കുറേശ്ശെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കൊടുക്കുന്നില്ല, കാരണം ഞാൻ മണ്ണ് കുഴച്ച സമയത്ത് തന്നെ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വെറുതെ ഒന്ന് അതിന്റെ മുകളിൽ കൂടി ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് വിടുന്നതേ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജോലികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതാ ഞാൻ എല്ലാത്തിനെയും അടുക്കി ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അതിന് വളം ചെയ്യാണ്. കണ്ടോ, എൻ്റെ തക്കാളി തൈ അത്യാവശ്യം വലുതായിട്ടുണ്ട്. പക്ഷെ മുളകും വെണ്ടയും അത്രയ്ക്ക് അങ്ങട് വന്നിട്ടില്ല. വെണ്ട ചുവട് പിടിച്ചു. അതിന് ഓരോ നാമ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങ് തക്കാളി പോലെ അങ്ങ് എടുത്ത് വളരാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല. ചാണകപ്പൊടിയാണ് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത്. മുളകിനും അതെ. ചില മുളകിന് ഒരു മുരടിപ്പുണ്ട്. പക്ഷെ 1, 2 ചട്ടിയിലത്തെ മുളക് അത്യാവശ്യം വളർന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1, 2 ആഴ്ചയും കൂടി കഴിയുമ്പോൾ അത് നന്നായിട്ട് വരും തോന്നുന്നു. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കർഷകരായിരുന്നോണ്ട് ഞാൻ കൊച്ചിലെ മുതലേ കാണുന്ന ജോലിയാണിത്. വെള്ളം ഒഴിക്കുന്നതും വളം കൊടുക്കുന്നതും ഒക്കെ. അന്നൊന്നും ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. അന്നൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇപ്പം ആണ് നമ്മൾ അതൊക്കെ മിസ് ചെയ്യുന്നത്. ആ ഒരു നാട്ടിൻപുറത്തും പറമ്പിലൂടെയൊക്കെ നടന്നിട്ടുള്ളതും അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ ബ്രഷ് ചെയ്ത് ഫസ്റ്റ് വന്ന് നോക്കുന്നത് എൻ്റെ ചെടിക്കൊക്കെ വെള്ളമുണ്ടോ, അതിന് വാടിയാണോ നിൽക്കുന്നത്, നല്ലപോലെ വെളിച്ചം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിനെ മാറ്റി നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തോട്ട് എടുത്ത് വെക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് രാവിലെയാണ് സമയമുള്ളത്. കാരണം ഉച്ച കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര സമയം കിട്ടില്ല. ഉച്ച കഴിഞ്ഞ് എനിക്ക് ഒന്നിനും സമയമില്ല. അപ്പൊ രാവിലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഫസ്റ്റിൽ തന്നെ ചെയ്തിട്ടേ കിച്ചണിൽ തന്നെ കയറാറുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കുറച്ച് വെള്ളം കൊടുക്കുകയാണ്. വെള്ളം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും, അതുപോലെ ആ കേടൊന്നും ഒരുപാട് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പുള്ള കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് അതാണ് ഈ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. കഞ്ഞിവെള്ളം അതുപോലെ മുട്ടത്തോട് അങ്ങനത്തതൊക്കെ ഇടാറുണ്ട്. പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് ഒന്നും ഞാൻ ഇടാറില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും. അപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലം ഇല്ലല്ലോ. അപ്പം സ്മെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത്ര ഒരു സുഖം ഉണ്ടാവത്തില്ല. അപ്പൊ ഞാനിതാ ഇവിടെ ബാക്കി വന്ന ചാണകപ്പൊടി ഞാൻ പുറത്ത് കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വളർച്ച അത്ര ശരിയാവാത്ത പ്ലാന്റിന് ഞാൻ വെയിൽ കൊള്ളാൻ കൊണ്ട് വെച്ചതാണേ. അപ്പൊ അതിനെല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പറ കാണുന്നത് എൻ്റെ തുളസിയാണ്. അത് വളരെ ചെറുതായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ അത് വലുതായി വന്നു. സോ എല്ലാം കഴിഞ്ഞ് ഞാനിത് എൻ്റെ ബാൽക്കണി എല്ലാം വൃത്തിക്ക് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. കാരണം അവിടെ ചാണകപ്പൊടി ഞാൻ വളം ചെയ്തപ്പം ചാണകപ്പൊടിയൊക്കെ വീണതുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 2 ആഴ്ച കൊണ്ട് എൻ്റെ പ്ലാന്റ് എല്ലാം കുറച്ചും കൂടി വലുതാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം അടുത്ത 2 വീക്സ് കഴിഞ്ഞിട്ട് എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.